श्रीचैतन्यमनोभूतं भूतले स्वयं दुर्गदामख्यं ददाति सुपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं कृष्णपादां सहगणकृता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधु जगत्पते गोपेश गोपिका कांतराधा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। हे कृष्ण करुणा सिंधो दीनबंधु जगत्पते गोपेश गोपिका कांतराधा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। हे श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തന്മാർക്കും ഈ ഒരു സായാഹ്ന മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മഹാഭാരതം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് മഹാഭാരതം പറയാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. ഒരു ചോദ്യം, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് അശ്വത്ഥമാവിന്റെ പ്രതിഷ്ഠ കണ്ടിട്ടുള്ള എത്ര ഭക്തന്മാരുണ്ട്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ലേ പ്രഭുജി? അതെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. വെരി ഗുഡ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എങ്ങനെയാ, അവിടെ നിൽക്കുകയാണോ ഇരിക്കുകയാണോ അശ്വത്ഥമാവ്? അത് ഇരിക്കുന്നതായിട്ടല്ലേ പ്രഭുജി? എനിക്ക് ഓർമ്മ വരുന്നില്ല. കാണും എപ്പോഴും അവിടെ വ്യാസദേവൻ അവരെല്ലാവരുടെയും ഇതിലിരിക്കുന്നത് കാണും. വേറെ ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ഉത്തരം ഉണ്ടോ? പറയൂ. അശ്വത്ഥമാവിനെ ശരിക്കും കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് അവിടെ? ഇരിക്കുകയാണോ നിൽക്കുകയാണോ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഉൾപ്പെടെ 19 പേരുണ്ട്. ഇരിക്കുകയാണെന്ന് തോന്നുന്നു, ഓർമ്മ വരുന്നില്ല പ്രഭു. കണ്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഹരേ കൃഷ്ണ. വൃന്ദാവനേശ്വരി മാജി പറഞ്ഞതുപോലെ കാണാറുണ്ട്, തൊഴാറുണ്ട് പ്രഭു. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ നമ്മൾ കാണുക എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല ശരിക്കും കാണൽ എന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ ബ്രോ. നമ്മളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിയായ വിധത്തിൽ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ചോദിച്ചാൽ അത് ചോദ്യചിഹ്നമാണ് അല്ലേ? നമ്മൾ ശരിയായ രീതിയിൽ അങ്ങനെ കാണുക വെച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. നമ്മൾ അപ്പൊ തന്നെ എല്ലാവരും ഗോലോകത്തിൽ എത്തിയിരിക്കണം ഇതിനു മുമ്പ്. അതുകൊണ്ട് നമ്മൾ പ്രഭു ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണല്ലോ പ്രഭു. അതെ, അതുകൊണ്ടാണ് നമ്മൾ ശരിയാവണ്ണം അതാ പറയുന്നത്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ തിരുനാമം ഒരു പ്രാവശ്യം ജപിച്ചാൽ തന്നെ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ? എന്തുകൊണ്ട് കിട്ടില്ല എന്ന് നമ്മൾ ആ ഒരു നാമം, അങ്ങനത്തെ നാമം നമ്മൾ ഇതുവരെ നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു നാമം അത്രയും പവർഫുൾ ആയിട്ട് അല്ലെ, ശുദ്ധിയോടുകൂടി. പ്രഭു ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭു? അശ്വത്ഥമാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അശ്വത്ഥമാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ എന്തോ മുനിപ്പാറയിൽ എവിടെയൊക്കെ കണ്ടവരുണ്ട്, ഇങ്ങനെയൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. അത് കൂടാതെ പിന്നെ പറയുന്നത് അശ്വത്ഥമാവിന് മറ്റേ വടക്കുംനാഥ ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിന് സമയം ഉണ്ട്, അപ്പോൾ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിലെത്ര സത്യമുണ്ട് പ്രഭു? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ചിരഞ്ജീവികളിൽ ഒരാളാണ്, അതറിയാലോ. ചിരഞ്ജീവി എന്ന് വെച്ചാല്, അതെ, ചിരഞ്ജീവി എന്ന് പറഞ്ഞാല് ഒരിക്കലും പറഞ്ഞാലത്തെ ആളെന്നല്ല, അങ്ങനെ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇങ്ങനെ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ അവർ ഈ കൽപ്പാന്തം, ഈ അല്ലെ, പ്രളയം കഴിയുന്നവരെ അവരുണ്ടാവും, പ്രളയം വരെ ഉണ്ടാവുന്നതാണ്. അപ്പം അശ്വത്ഥമാവ്, ഹനുമാൻ, അതുപോലെ തന്നെ ജാമ്പവാൻ ചിരഞ്ജീവിയാണെന്ന് തോന്നുന്നു, ഹനുമാൻ, പരശുരാമൻ, വ്യാസദേവൻ, ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വ്യാസദേവന് നമ്മുടെ സമ്പ്രദായ ആചാരനായിട്ടുള്ള മധ്വാചാര്യർക്ക് നേരെ ദർശനം കൊടുത്ത് ഉപദേശങ്ങളെ കൊടുത്ത് അതിനെ കുറിച്ച് എംപവർ ചെയ്തത്. അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മുനിപ്പാറ.
പൂങ്കുളത്തിനടുത്താണ്, ആ ഭാഗത്താണ്. ഞാനിപ്പോ ഉള്ളത് തിരുവല്ലത്താണ്. ആ ആ അതെ അതെ, തിരുവല്ലത്ത് തന്നെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഉള്ളത് ഇരിക്കുന്ന തിരുവല്ലത്താണ്, ഇവിടെ തിരുവല്ലത്താണ്. അപ്പോ ഈ അശ്വത്ഥമാവ് നമ്മുടെ അമ്പലത്തിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള കുഷ്ഠങ്ങളാണ് ഭഗവാൻ കൊടുത്തത് അല്ലെ. പലതരം അതെ. കുഷ്ഠങ്ങളുമായിട്ട് അദ്ദേഹം ഇപ്പോഴും അലയുന്നെന്നാണ് പറയണത്. ആ ഉം. കുറച്ചിടത്തൊക്കെ വ്രണമായി എന്നാണ് പറയാം അല്ലെ. അപ്പോ ഈ അശ്വത്ഥമാവ് പക്ഷെ അദ്ദേഹം ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അല്ലെ. ബ്രാഹ്മണനായിരുന്നു, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അതൊക്കെ ക്ഷമിച്ചു, കുറെ മഹാപരാധങ്ങളൊക്കെ ക്ഷമിച്ചിട്ട് ഇതിന് ഭഗവാൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആർക്കെങ്കിലും അറിയാമോ? അതല്ലേ പ്രഭു ഇതിനിടയ്ക്ക് പ്രഭു പറഞ്ഞത്, ഇത് അർജുനെ സേവിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന വരം എന്തൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഭഗവാൻ ക്ഷമിച്ചു അദ്ദേഹത്തിന്. കാരണം ഇത്രയും പിന്നെ ആ പിതാവ് മരിച്ചല്ലോ. അപ്പൊ ഈ ശ്രീമദ് പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ ആ പിതാവിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഈ മകനെ വെറുതെ വിടുകയാണ് ആ സമയത്ത് അല്ലെ. കാരണം പുത്രൻ എന്ന് പറഞ്ഞ പിതാവിന്റെ പ്രതിനിധിയാണ്. അപ്പൊ അതുകൊണ്ട് മൂത്ത പുത്രനുള്ള ഒരു സ്ത്രീ ഭർത്താവില്ലെങ്കിൽ അവർക്കെല്ലാം എന്താ പറയാ ഒരു അമംഗളകരമല്ലെന്നാ പറയപ്പെടുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പോ ഈ അശുദ്ധമാവ് ഇത് എടുത്തു പറയാൻ കാരണം നമ്മുടെ പുരാണങ്ങളിലുള്ള, ഞാൻ എപ്പോഴും മുമ്പ് പല പ്രാവശ്യം എടുത്തു പറഞ്ഞാണ്, ഓരോ എന്താ പറയാ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ നമ്മൾ ആരാധിക്കുന്ന പലതിനും അതിന്റെ വ്യക്തിരൂപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭൂമിക്കായാലും നദികൾക്കായാലും ഗംഗാദേവിക്കായാലും നമ്മൾ പറഞ്ഞല്ലോ. ചന്ദ്രനായാലും സൂര്യനായാലും ഒരു പ്രതിപുരുഷനിലെ പ്രതിരൂപം ഉണ്ട്, അതിന് ഒരു വ്യക്തിരൂപമുണ്ട്. അങ്ങനെ ഈ വ്യക്തിരൂപങ്ങളൊക്കെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അവർ മാറും. നമ്മുടെ ഇലക്ഷന് മന്ത്രിമാർ മാറുന്ന പോലെ അവരുടെ ആ പുണ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രളയം അടുത്ത സൃഷ്ടി വരുമ്പോഴത്തേക്ക് അവർ മാറിക്കൊടുക്കണം. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യനായിട്ടുള്ള വ്യക്തിത്വം ആത്മാവില്ലാത്ത സമയത്ത് അവിടെ ഭഗവാൻ തന്നെ അവിടെ ആ പദവി അലങ്കരിക്കും. അങ്ങനെയാണ് വ്യാസന്മാർ പലരുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ വ്യാസനാണ് ആരാ? ഇപ്പോഴത്തെ വ്യാസൻ ആരാണ്? മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ആരും ഒന്നും മിണ്ടുന്നില്ല. ഓർക്കുന്നില്ല പ്രഭു. ഇപ്പോഴത്തെ വ്യാസൻ ഓർക്കും, പിന്നെ ഒരുപാട് വ്യാസന്മാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വ്യാസൻ പരാശരൻ വ്യാസനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ശക്തിമുനിയും വ്യാസനായിരുന്നു. ഇപ്പോഴത്തെ വ്യാസൻ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴത്തെ വ്യാസൻ. അത് ഓർത്ത് വയ്ക്കാം. അത് ഭഗവാൻ തന്നെയാണ് ഇപ്പോഴത്തെ വ്യാസൻ, അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. അടുത്ത നമ്മുടെ ഇപ്പോഴത്തെ ഹനുമാനാണ് അടുത്ത ബ്രഹ്മാവിന്റെ സ്ഥാനത്തേക്ക് പാരമേഷ്ട്യം കിട്ടി പാരമേഷ്ട്യ അവസ്ഥയിൽ എത്താൻ പോകുന്നത് അടുത്ത സൃഷ്ടികൾ. അതുപോലെ തന്നെ ഇന്ദ്രൻ, മഹാബലി ചക്രവർത്തിയാണ് അടുത്ത ഇന്ദ്രനാവേണ്ടത്. ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേരറിയാമോ? പേരറിയായിരുന്നു പ്രഭു, മറന്നുപോയി. ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മ വരുന്നില്ല. അടുത്ത വ്യാസൻ ആരാണെന്ന് ചോദ്യം. അശ്വത്ഥമാവ്. ഞാൻ നിങ്ങളെല്ലാം ഓർമ്മ വരാൻ വേണ്ടി ചോദിക്കാനായിട്ട് ഇങ്ങനെ ക്ലാസ് എന്താ പറയാ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതല്ല. എല്ലാവരും ഇന്ററാക്ട് ചെയ്യണം. ഞാൻ മാത്രമേ പറഞ്ഞിട്ട് കാര്യം, എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവണം. അശ്വത്ഥമാവിന് അടുത്ത് വ്യാസൻ എന്നാണല്ലോ പ്രഭു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വ്യാസദേവൻ ഇരിക്കുന്നു, വ്യാസദേവന്റെ അടുത്തായിട്ട് അശ്വത്ഥമാവ് അമ്പവില്യം പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ഊഴം കാത്ത്. ഇനി മുമ്പ് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാനൊന്നും പറ്റാറില്ല, അവർ വിടാറൊന്നുമില്ല അങ്ങോട്ട്. പണ്ടത്തെ പോലെ ആ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് നോക്കുക പോയിട്ട്. ഇങ്ങനെ പ്രഭു നിൽക്കുകയാണോ? അത് വ്യാസദേവന്റെ ഇടത് സൈഡിൽ നിൽക്കുകയാണ്. അമ്പവില്യം ശ്രദ്ധിച്ചു നോക്കിയാൽ വെട്ടം കുറവാണ് അവിടെ, ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ഓക്കെ. ഹരകൃഷ്ണ പ്രഭു, ഇപ്പോഴത്തെ വ്യാസൻ കൃഷ്ണദ്വൈപാലയൻ എന്ന് പറയുമ്പോ വ്യാസദേവനല്ലേ? അത് ഭഗവാന്റെ അംശാവതാരല്ലേ പ്രഭു? കൃഷ്ണൻ തന്നെയാണ് നമ്മളെ കൃഷ്ണദ്വൈപായന വ്യാസൻ. അതെ അല്ലെ? ഹരേ കൃഷ്ണ. അത് ഓരോ പോസ്റ്റിലേക്കും ആളെ കിട്ടാതെ വരുമ്പോ ഇപ്പോഴത്തെ സൂര്യൻ ആരാ? വിവസ്വാൻ. അതാരാന്നറിയോ? വിവസ്വാനല്ലേ പ്രഭു? ആരാണ്? ഇക്ഷാകുവിന്റെ പുത്രനല്ലേ? ഹരേ കൃഷ്ണ. ഇപ്പോഴത്തെ സൂര്യൻ ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് സൂര്യനാരായണെന്ന് പറയണം. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തിത്വങ്ങൾ ഇല്ലാതെ വരുമ്പോ ഭഗവാൻ തന്നെ അത് ഏറ്റെടുക്കും.
ആ ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ? നമ്മുടെ മിനിസ്റ്റർമാർ അങ്ങനെയല്ലേ, ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പും ഒക്കെ അങ്ങനെ ചില സമയത്ത് ഏറ്റെടുക്കാനായിട്ട്. അത് വേറെയാണ് എന്റെ മാനദണ്ഡങ്ങൾ, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ആണ് പറയാൻ വേണമെങ്കിൽ. അവിടെ ക്വാളിഫിക്കേഷൻ ആളെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ എന്താണ് നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോ ഈ തിരുവനന്തപുരത്തിന് ഒരുപാട് ഈ മഹാഭാരതത്തോട്ട് അടുത്ത ബന്ധങ്ങളുണ്ട്. പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. ഈ ഞാൻ ഇത് ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഈ ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യാം. നിങ്ങൾക്ക് പലർക്കും പുതിയ അറിവുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അറിയുന്നവരും ഉണ്ടാവും, എങ്കിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം. വാതിൽ തുറന്നായ ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ്. അപ്പോ ഈ തിരുവനന്തപുരത്തിന് ഒരുപാട് എന്താ പറയാ, മഹാഭാരതമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ അർജുനൻ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് അറിയാമോ? അർജുനൻ വന്നത് തിരുവനന്തപുരത്തിന് പല പേരുകളുണ്ട്, അറിയാമോ? അവിടെ ഒരു ക്ഷേത്രം പറയുന്നു, അനന്തപുരി, അനന്തപുരി, ഇവിടെ കോട്ടയത്തിനടുത്ത് അവിടെ ഒരു സ്ഥലം, ഒരു ക്ഷേത്രം പറയുന്നു. പല പേരുണ്ട്, അതിലോട്ട് കിടക്കാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലൂ തരാം. ഈ തിരുവനന്തപുരത്തിന് വേറെ പല പേരുകളുണ്ട്. ശാനന്തൂരപുരം എന്നൊരു പേരുണ്ട്. എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? ആനന്ദ, അതായത് ആനന്ദം, എന്താ പറയാ, അളവറ്റ ആത്മീയ ആനന്ദം വളരെ അകലത്തിലല്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോ ഇവിടെ തന്നെ എന്താ പറയാ, അതിരറ്റ ആത്മീയ ആനന്ദത്തിന്റെ ഉറവിടം ആണ് ശാനന്തൂരം പേര്. ശാനന്തൂരപുരം എന്ന പേര് കിട്ടിയത്. ഇനി വേറൊരു പേരുണ്ട്, ഫാൽഗുണ ക്ഷേത്രം. ഓർമ്മയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഫാൽഗുണ ക്ഷേത്രം ഏതിലാണ്? ശ്രീമദ് ഭാഗവതത്തില് ബലരാമസ്വാമി പര്യടനം നടത്താൻ ഭാരതത്തില് ദേശാടനം ചെയ്ത് വരുമ്പോ ഫാൽഗുണ മാസാധ്യ ഫാൽഗുണ അങ്ങനെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഫാൽഗുണ ക്ഷേത്രത്തിലെത്തി 10,000 ഗവായുധം, 10,000 പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു എന്ന് പറയുന്നു. ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമെന്ന് ഒരു ഊഹം വെച്ച് നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മഹാഭാരത കോണ് കല്ലറയുള്ള ആ ഭാഗം. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതിറങ്ങി വരുമ്പോ ഈ എന്താ പറയാ, നിര്യതി കോണില്, അതായത് കന്നിമൂല ആ ഭാഗമുണ്ട്, അറിയാമോ? ഇപ്പൊ ചന്ദനം കൊടുക്കുന്ന സ്ഥലം അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ബി നിലവറ എന്നൊക്കെ പറയുന്ന ആ ഭാഗം. പ്രഭു എഴുതിയ ബുക്കിൽ കുറെ സ്ഥലങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രഭു. ആ ഭാഗത്താണ് ബലരാമസ്വാമി വന്നിരുന്നിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മഹാഭാരതത്തിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം 10,000 പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞ ആ സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അങ്ങനെ ഫാൽഗുനം വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. വന്നിരുന്നു, അദ്ദേഹം ഇവിടെ ആ ദേവിയൊക്കെ പ്രാർത്ഥിച്ചു പൂജിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഫാൽഗുണ ക്ഷേത്രമാണ് പാൽക്കുളങ്ങര, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫാൽഗുണ ക്ഷേത്രം എന്ന് പേരുണ്ട് തിരുവനന്തപുരത്തിന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരത്തിന്റെ ബോർഡറിലായിട്ടുള്ള ഒരു സ്ഥലം മുനിവർ തോട്ടം എന്ന് പറയും, മുനിമാർ വാഴുന്ന തോട്ടം. അവിടെയാണ് ഇപ്പോഴും അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, മലയുടെ പാറയുടെ മുകളിൽ. അവിടെയാണ് ഈ വ്യാഘ്രപാദ മുനി തപസ്സിരുന്നതായിട്ടും അദ്ദേഹത്തിന് വന്നിട്ട് ഭീമൻ വിളിക്കാൻ, അറിയില്ലേ അതെല്ലാവരും? ഭീമൻ അദ്ദേഹത്തിനെ രാജസൂയത്തിലേക്ക് വിളിക്കാനായിട്ട് വരുന്നതൊക്കെ കേട്ടിട്ടില്ലേ? ശിവാലയ ഓട്ടം കേട്ടിട്ടുണ്ടോ? അതൊന്നും മിണ്ടുന്നില്ല. ശിവാലയ ഓട്ടം അതെങ്ങനെയാ വന്നത്, സംഭവിച്ചതെന്നറിയോ? രാജസൂയത്തിന് വ്യാഘ്രപാദൻ കേട്ടില്ല, വ്യാഘ്രപാദന് വ്യാഘ്രത്തിന്റെ പാദമാണ് ഉണ്ടായിരുന്നത് പറയണം. വെച്ചാൽ അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള ശിവഭക്തനായിരുന്നു. അപ്പൊ അതിന് കാടിലും മലയിലും ഒക്കെ നടന്ന് പൂപറിക്കാനും ഒക്കെ യാത്ര ചെയ്യാനും വേണ്ടിയിട്ട് മഹാദേവൻ തന്നെ അനുഗ്രഹം കൊടുത്തതിന്റെ പാദങ്ങൾ, വ്യാഘ്രം എന്ന് വെച്ചാൽ കടുവയുടെ പാദം പോലുള്ള പാദം കൊടുക്കുന്നതാണ്. അതിന് വ്യാഘ്രപാദൻ എന്ന പേര്. വ്യാഘ്രപാദ മുനിയെ രാജസൂയ യജ്ഞത്തിന് വിളിക്കാനായിട്ട് ഭീമൻ
ഭീമനെ ഭഗവാൻ അയക്കും. അപ്പോൾ വ്യാഘ്രപാദൻ അതിശക്തനായിട്ടുള്ള ശൈവനാണ്. അദ്ദേഹം വേറൊന്നും നാരായണനാമൊന്നും അതിന് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പൊ വരുന്ന സമയത്ത് 12 രുദ്രാക്ഷം കയ്യിൽ കൊടുത്തേക്കും. അപ്പൊ ഇദ്ദേഹം ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചിങ്ങനെ ഓടുമ്പോൾ അതിനെ ആ സ്ഥലത്ത് ഡിസ്റ്റർബ് ചെയ്യാം, അത് ഓടിക്കുന്നത്. ആ സമയത്ത് ഓരോ രുദ്രാക്ഷമായിട്ട് ഇങ്ങനെ ഇറങ്ങിറങ്ങി പോകുന്ന സ്ഥലത്ത് ഓരോ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് 12 ശിവാലയങ്ങൾ ഉണ്ടായത്. അപ്പൊ വ്യാഘ്രപാദരും ഭീമനും ഒക്കെ വന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു വിശ്വാസവും നമ്മുടെ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പഴയ തിരുവിതാംകൂർ, തിരുവനന്തപുരം എന്ന് പറയുന്നതാണ്. ഇത്രയും ആ തിരുവനന്തപുരത്ത് വന്നോണ്ട് ഞാൻ തിരുവനന്തപുരത്തിനെ പറ്റിയുള്ള ഇത്രയൊരു ബന്ധം ഞാൻ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ എവിടെയാണ് മഹാഭാരതത്തിന്റെ സീക്വൻസിൽ? വിചിത്രവീര്യനും മരിച്ചു അല്ലെ? വിചിത്രവീര്യനും മരിച്ചു. അത് കഴിഞ്ഞിട്ട് കുരുവംശം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലെത്തി. കുരുവംശം അന്യം നിന്ന് പോകുന്ന അവസ്ഥയെത്തിയപ്പോ സത്യവതി ആണല്ലോ ഇപ്പോഴത്തെ അതിന്റെ എന്താ പറയാ സ്ത്രീ, അതിന്റെ ഒരു കാരണസ്ഥാനത്തുള്ളത് സത്യവതിയാണ്. അപ്പൊ സത്യവതി, അപ്പൊ ഈ മഹത്തുക്കൾ എപ്പോഴും അങ്ങനെയാണ്, തങ്ങളുടെ വംശം അല്ലെങ്കിൽ തങ്ങളുടെ പരമ്പര നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. അതാണ് ഒരു ഉത്തമമായിട്ടുള്ള ഒരു അധികാരി അല്ലെങ്കിൽ ഒരു നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ആ ഒരു പരമ്പര നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അടുത്ത അനന്തരാവകാശികൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുത്ത് അവരെ അതിനുള്ള പ്രാപ്തരാക്കി കൊടുക്കുക എന്നുള്ളത് ഉത്തരമായിട്ടുള്ള ഒരു ആത്മീയ ആചാരനായാലും ശരി, മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കളായാലും ശരി, അതാണ് ശരിയായ ധർമ്മം. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. എന്തെന്ന് വെച്ചാൽ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടുമോ എന്ന് ഭയന്ന് അത് ചെയ്യാറില്ല. പക്ഷെ ഒരു വ്യക്തി, ഉത്തമമായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനന്തരാവകാശികളെ, ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ആൾക്കാരെ കണ്ടുവച്ചിട്ടാണ് അവര് മരിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിന് മുമ്പായിട്ട് അവരത് ചെയ്തു വെക്കും. അങ്ങനെ വ്യാസദേവനെ നമ്മുടെ സത്യവതി മാതാവ് ക്ഷണിക്കുകയാണ്. ആക്ച്വലി അതിനു മുമ്പായിട്ട് സത്യവതി ഭീഷ്മരോട് പറയും, നമ്മുടെ കുലം നശിക്കാൻ പോവുകയാണ്, ഇതോടുകൂടി അവസാനിക്കുകയാണ്, ഒരു സന്തതി ഇല്ല, രാജ്യഭാരത്തിന് ആളില്ല എന്നൊക്കെ പറയുമ്പോഴും ഭീഷ്മരോട് ചോദിക്കും, താങ്കൾക്ക് ഒന്ന് താങ്കളുടെ വ്രതം മാറ്റി വെച്ചിട്ട് ഇതിനുവേണ്ടി ചെയ്തുകൂടെ? സ്വന്തം സഹോദരന്റെ ഭാര്യ വിധവകളില് ഒരു രാജകുമാരന് ജന്മം നൽകി അതിനുശേഷം താങ്കൾക്ക് രാജ്യഭാരം ഏറ്റെടുത്ത് നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മർ സമ്മതിക്കില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വീണ്ടും ഭീഷ്മരോട് ചോദിക്കും, ഭീഷ്മർ പറയും എന്താണ് വഴി എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ, ഭീഷ്മര് പല പഴയ കഥകളും ഓർക്കും. 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഭീഷ്മർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വഴി തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ആ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ നീതിയാണ്. ഇന്നത്തെ സാമൂഹ്യ നീതിയായിട്ടോ അല്ലെങ്കിൽ സംസ്കാരമായിട്ടോ നമ്മളതിന് താരതമ്യം ചെയ്യാൻ പാടില്ല. അന്ന് അത് അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇങ്ങനെ വേറൊരു മോശമായിട്ടൊന്നും പലരും അങ്ങനെ ചിത്രീകരിച്ചതിനെ പല രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചൊക്കെ മോശപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവാതെ ഇതിന്റെ തത്വങ്ങൾ മാത്രം മനസ്സിലാക്കി മുമ്പോട്ട് പോവാം. അപ്പോ വ്യാസദേവനെ വിളിക്കുന്നുണ്ട് കുലം നിലനിർത്താൻ. അപ്പം ഈ ഭീഷ്മര് തന്നെ ഇങ്ങനൊരു പറയും, നമുക്ക് അങ്ങനെ ആരെങ്കിലും വിളിച്ച് ഉത്തമ ബ്രാഹ്മണനെ വിളിച്ചാലോ? അപ്പോഴാണ് സത്യവതി തന്റെ പൂർവ്വചരിത്രം ഭീഷ്മരോട് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കൊരു പുത്രനുണ്ട്, മഹാതപസ്യായിട്ടുള്ള വ്യാസനാണ് എൻ്റെ പുത്രൻ, കൃഷ്ണദൈവായനാണ് എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഭീഷ്മര് സമ്മതിക്കും. അത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്, വിളിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ ഈ പുത്രൻ അതേ ദിവസം തന്നെ ജനിച്ച് യുവാവായി തപസ്സിന് പോവാണ്, അമ്മയുടെ അനുവാദം വാങ്ങിച്ചു. അപ്പൊ അമ്മയോട് പറയുന്നത്, അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്നെ സ്മരിച്ചാൽ ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷനാവുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ എന്താ പറയാ തപശ്ചര്യക്കായിട്ട് പോകുന്നത് വ്യാസദേവൻ. അങ്ങനെ അമ്മ സ്മരിക്കുന്ന മാത്രമേ ഈ പുത്രൻ വ്യാസദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അമ്മയുടെ ആജ്ഞ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ കാര്യം പറയുകയാണ്, താങ്കളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം ശിരസാ വഹിച്ച് അദ്ദേഹം സമ്മതിക്കും. ശരി, പക്ഷേ അതൊരു കണ്ടീഷൻ വെക്കും, ഈ സ്ത്രീകള് 1 വർഷം കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കണം, എങ്കിൽ മാത്രമേ ഞാനിതിന് തയ്യാറാവൂ എന്ന് പറയുന്നു. കാരണം ഉത്തമനായിട്ടുള്ള പുത്രൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയും, ഇങ്ങനെ പറയും, പുത്ര, ഇതിനൊന്നും സമയമില്ല, ഒരു രാജാവില്ലാത്ത രാജ്യം അനാഥമാണ്, അതിന് ആർക്കും ആക്രമിക്കാം,
പ്രജകൾ പല വഴിക്ക് പോവാം. അതുകൊണ്ട് അതിനൊന്നും സമയം വേസ്റ്റ് ആക്കല്ലേ. എത്രയും പെട്ടെന്ന് കിട്ടുമോ അത്രയും പെട്ടെന്ന് നമുക്ക് അനന്തരാവകാശം നമുക്ക് രാജ്യത്തിന് കുരുവംശത്തിൽ വേണം എന്ന് പറയാം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു, ശരി ഉത്തമമായ സമയം വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഇവരെല്ലാം പരിശുദ്ധിയോടുകൂടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ ആ ഒരു സമയം വരും ഇരിക്കണം, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒരു എന്താ പറയാ റിക്വസ്റ്റ് അംഗീകരിച്ച് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അമ്പയ്ക്ക് എന്ത് സംഭവിച്ചു? മൂന്ന് രാജകുമാരിമാരെ കൊണ്ടുവന്നല്ലോ കാശി രാജാവിന്റെ മക്കളെ. അതിന് ബാക്കി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എത്ര രാജകുമാരിമാരുണ്ട് ഇവിടെ? രണ്ടുപേര്, അംബികയും അംബാലികയും. ആരൊക്കെയാണ്? അംബികയും അംബാലികയും. അംബിക അംബാലികയും. അങ്ങനെ ആദ്യ ഊഴം അംബികയ്ക്കാണ്. അങ്ങനെ ഈ സത്യവതി മാതാവ് തന്റെ മരുമകളായിട്ടുള്ള അംബിക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊക്കെ സമ്മതിപ്പിച്ച് വരുമ്പോൾ, അതിനുള്ള സാഹചര്യം വരുമ്പോൾ, അതായത് അതിനുള്ള സമയം വന്നപ്പോൾ നല്ല അണിയിച്ചൊരുക്കി വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല മനസ്സോടെ ഇങ്ങനെ, അതാണ് നമ്മളൊരു അതിലേക്ക് ഞാൻ വരാം, ഗർഭാധാന. അപ്പൊ അങ്ങനെ ഈ ഒരു വളരെ നല്ല മനസ്സോടുകൂടി ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ അവൻ ഇൻസ്ട്രക്ഷൻ, അത് വ്യാസദേവൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് വെച്ചു. പക്ഷേ ഈ അംബിക എന്താ പറയാ ഗംഭീരനായിട്ടുള്ള ഒരു ക്ഷത്രിയകുമാരനെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ആളാണെങ്കിലോ ജടാമുടികളും അല്ലെ വൽക്കലങ്ങളും ധരിച്ച് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവിടെ വരുന്നത്. ഇത് കണ്ട് ഈ അംബിക എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ണ് മൂടും, ഒരു അറപ്പോടുകൂടി കണ്ണ് മൂടും. അങ്ങനെ ഒരു ഭയന്നോ വെറുപ്പോ ഒക്കെ ഉള്ള ഒരു അവസ്ഥ, ഇഷ്ടമില്ലായ്മ ഉണ്ടാവുന്ന പുത്രനാണ് ധൃതരാഷ്ട്രൻ. പക്ഷെ അദ്ദേഹം അതീവ ബലശാലിയായിരുന്നു. ആ ഉണ്ടാകാൻ പോകുന്ന പുത്രൻ എന്താ പറയുക സകല ശാസ്ത്രങ്ങളും അറിഞ്ഞവനായിരിക്കും, പക്ഷെ അന്ധനായിരിക്കും. കാരണം നിന്റെ ഒരു തെറ്റ് കാരണം, അല്ലെങ്കിൽ നിന്റെ ഒരു പറയാ സഹകരണക്കുറവ് കാരണം ഉണ്ടാകുന്ന പുത്രൻ അവൻ അന്ധനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. എന്താ പറയാ ആ പുത്രന് 1000 ആനകളുടെ ശക്തി ഉണ്ടാകും എന്നുള്ള ഒരു അനുഗ്രഹവും കൊടുത്ത് 100-ലധികം പുത്രന്മാർക്ക് ജന്മം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ശക്തരായിട്ടുള്ള 100 അധികം പുത്രന്മാർ ജന്മം നൽകുന്ന ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് വ്യാസദേവൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇതിൽ ഗർഭാധാന സംസ്കാരം, ഷോഡശ സംസ്കാരങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികള് ശരിയായിട്ടുള്ള ആരോഗ്യം, മാനസിക ശാരീരിക ആരോഗ്യവും പരിശുദ്ധിയും, മാനസിക ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ശുദ്ധിയും ബാഹ്യമായിട്ടുള്ള ശുദ്ധിയും ഇതൊക്കെ ഇരുന്ന് നല്ലൊരു ആത്മീയമായിട്ടുള്ള ഒരു എന്താ പറയാ ബോധ നിലവാരത്തിൽ ഇരുന്ന് വേണം സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ. ആ ഒരു സാഹചര്യത്തില് അങ്ങനെ ആരൊക്കെ ചെയ്യുന്നില്ല, ഈ ഒരു ശാസ്ത്രത്തിന്റെ ഒരു നിർദ്ദേശം ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്ക് ശക്തന്മാരായിട്ടുള്ള ആത്മീയമായിട്ടും എല്ലാ തരത്തിലുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സന്താനം ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്തവർക്ക്, സ്വന്തം ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതില് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ മാതാപിതാക്കളുടെ ബോധ നിലവാരം വളരെ 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 പ്രാധാന്യമാണ്. ഇപ്പൊ മക്കള് നേരെ തലതിരിഞ്ഞു പോയാൽ ആർക്കടി കൊടുക്കണം? ആർക്കടി കൊടുക്കണം? കുട്ടികളാണോ? അപ്പൊ അമ്മയുടെ അച്ഛന്റെയും ബോധ നിലവാരം, ആ കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സിലാണ് ഇവർക്ക് ആ കുട്ടി ഉണ്ടായത് കാരണം അന്ധനായി. നമ്മൾ തത്വങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഇതിനകത്ത്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും അമ്മയോട് ചെന്ന് പരാശരനല്ല വ്യാസദേവൻ ഇതെല്ലാം പറയാണ്. അപ്പോ അമ്മയ്ക്ക് വിഷമം, ഇതിനാണോ ഇത്രയും ഞാൻ പ്രയത്നപ്പെട്ടത്? ഒരു അന്ധൻ വന്നങ്ങനെ രാജ്യം ഭരിക്കും അല്ലേ? രാജാവ് എപ്പോഴും ഉൾക്കാഴ്ചയും പുറം കാഴ്ചയുള്ള ആളായിരിക്കണം. അപ്പൊ ഒരു ചാൻസ് കൂടെ പുത്രനോട് ചോദിക്കണം അമ്മ. അപ്പൊ അദ്ദേഹം പറയും അടുത്ത രാജകുമാരി അംബാലികയ്ക്ക് ഇതിന്റെ സമയങ്ങളൊക്കെ ഉണ്ട്, അറിയാമല്ലോ അല്ലെ? ഗർഭാധാനത്തിന് പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന സമയങ്ങളിൽ മാത്രമേ ഗർഭാധാന സംസ്കാരം നടത്താൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഓവുലേഷൻ പീരീഡ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്.
അപ്പൊ ആ സമയം വരുമ്പോ എന്നെ അറിയിച്ചാൽ മതി, വന്നോളാം എന്ന് പറഞ്ഞു പോകണം. അപ്പൊ വീണ്ടും കാലം ആയപ്പോ അദ്ദേഹം വരുന്നുണ്ട്. വരുമ്പോ അംബാലിക എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ഇതുപോലൊരു ക്ഷത്രിയകുമാരനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, രാജകുമാരനെ. പക്ഷെ ഇതിനെ കാണുമ്പോ തന്നെ, കാണുന്ന മാത്രമല്ല, ഒരു അറപ്പും വെറുപ്പും, എന്താ പറയാ, അങ്ങനത്തെ ഒരു ഭയന്ന്, അറപ്പും വെറുപ്പ് ആദ്യം ഇത് ഭയന്ന് എന്താ പറയാ, ഭയക്കുമ്പോ ഒരു വിരളി, എന്താ പറയാ, വിളറുമല്ലോ, വിരളിയല്ല, എന്താ പറയാ, വിരൾച്ച, അനീമിക്കായിട്ട് മാറും. വെളുത്ത് അനീമിക് എന്ന് പറയില്ല നമ്മള്, വിളറി വിളർച്ച, എനിക്ക് വാക്ക് കിട്ടിയില്ല, വിളർച്ചയായി, വെളുത്ത് അങ്ങനെ വിളർച്ചയായി പോകും. ആ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്ന പുത്രനാണ് പാണ്ഡു. പക്ഷെ അദ്ദേഹവും വളരെ, എന്താ പറയാ, അതീവ ശക്തിശാലിയും കഴിവുള്ള ആളും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ സത്പുത്രന്മാരുടെ എന്താ പറയാ, ജന്മം നൽകും, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നപ്പോൾ എന്താ പറയാ, അനുഗ്രഹം കൊടുത്തിട്ട് തന്നെയാണ് വ്യാസദേവൻ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് നിന്റെ പുത്രൻ പാണ്ഡു രോഗം ബാധിച്ചവനായിരിക്കും, അദ്ദേഹം മൊത്തം വെള്ളപ്പാണ്ട് നിറഞ്ഞവനായിരിക്കും എന്നുള്ളൊരു ഇതും കൊടുത്തിട്ട് പോവാം. അപ്പൊ ഇതും അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയോട് പറയുന്നുണ്ട്. അമ്മ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് അമ്മ എന്ത് പറയും, ഒരു ചാൻസോട് ചോദിക്കുകയാണ്, ഒരിക്കൽ കൂടെ ഒരു പുത്രനെ കൂടെ നൽകണമെന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ വേറൊന്നും ചോദിച്ചിട്ടില്ല പുത്രന്. അപ്പൊ അമ്മയുടെ ആഗ്രഹം ഈ പുത്രന് സാധിച്ചു കൊടുക്കാം. നമ്മൾ വീണ്ടും ഓർക്കേണ്ട കാര്യം, ഇവരൊന്നും ഇതിനോട് ആസക്തരല്ല. നമ്മൾ ഇന്ന് കാണുന്ന പല ന്യൂസ് കാണും പോലെ ആസക്തി കൊണ്ടല്ല ഇവർ ചെയ്യുന്നത്. ഇവര് ഒരു സർവീസായിട്ട് എടുത്ത് ചെയ്ത് അവർ അവിടെ നിന്ന് പോവാണ്. പിന്നെ അവർക്ക് ഇതോട്ട് യാതൊരു ബന്ധവുമില്ല, ആ സ്ത്രീയായിട്ടൊരു ബന്ധമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒന്നുമില്ല, ആസക്തി ഒന്നുമില്ല. അപ്പൊ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ശരി, ഇനി അടുത്ത കാലം സമയം ആവുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വരാം. അപ്പൊ അംബാലിക വീണ്ടും അങ്ങനെ ഒരുക്കി ഇരുത്തുമ്പോ അംബാലിക എന്ത് ചെയ്യുന്ന വെച്ചാല്, വീണ്ടും എന്താ പറയാ, ഇങ്ങനത്തെ ഒരു മുനിയായിട്ട് അവർക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, സ്വന്തം ശൂദ്രാണിയായിട്ടുള്ള സ്വന്തം പരിചാരികയെ അണിയിച്ചൊരുക്കി അവിടേക്ക് വിടും. അങ്ങനെ വളരെ ഭയഭക്തിയോടുകൂടി വളരെ മാന്യമായിട്ട് വ്യാസദേവനെ സ്വീകരിച്ച് ആനയിച്ച് ശുശ്രൂഷ നൽകി ഇരിക്കുന്ന ആ ശൂദ്രാണിയില് വ്യാസദേവൻ ഒരു പുത്രനെ പ്രദാനം ചെയ്യും. ആ പുത്രനാണ് അന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ജ്ഞാനിയും ധർമ്മശാലിയും ഒക്കെ ആയിട്ടുള്ള വിതുരർ. ക്ഷത്തു എന്ന് പറയും, ക്ഷത്തു എന്നൊരു പേര് അതിനുണ്ട്, ക്ഷത്രിയൻ. അപ്പോ അദ്ദേഹത്തിന്റെ അങ്ങനെ അത്രയും അദ്ദേഹം സന്തുഷ്ടനായിട്ട് വ്യാസദേവൻ ആ ശൂദ്രാണിക്ക് അനുഗ്രഹം കൊടുക്കും. നിന്റെ പുത്രൻ ഇവിടെ ജീവിച്ചിരിപ്പുള്ള ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു എന്താ പറയാ, ധർമ്മിഷ്ഠനും ജ്ഞാനിയും പണ്ഡിതനും ഒക്കെ ആയിട്ട് മാറുമെന്ന് അനുഗ്രഹിച്ച് മാറും, അല്ലെ. അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനും കൂടെ ആയിരുന്നു വിതുരൻ, അല്ലെ. അങ്ങനെ വിതുരരും അങ്ങനെ ഉണ്ടാവും. അപ്പൊ വിതുരൻ എന്തുകൊണ്ടാണ്, വിതുരർ ആരായിരുന്നു അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിതുരർ ആരായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. വിതുരർ ആരാ? ധർമ്മരാജാവിന്റെ അംശമാണ് വിതുരൻ, അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ധർമ്മരാജാവ് ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ വരുന്നുണ്ട്. മാണ്ഡവി മുനി എന്നൊരു മുനി ഉണ്ടായിരുന്നു. മാണ്ഡവി മുനി താപസിയും യോഗിയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ആശ്രമത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ധ്യാനത്തിൽ മകനായിരുന്ന സമയത്ത് എവിടെയോ മോഷണം നടത്തി, രാജകൊട്ടാരത്തിൽ എവിടെയോ മോഷണം നടത്തിയ മോഷ്ടാക്കള് അവരുടെ മോഷണദ്രവ്യങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന്, എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ഭരണകുടീരത്തിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു. അപ്പൊ ഇദ്ദേഹം ധ്യാന നിമഗ്നായിരുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ചില്ല. കൂടാതെ ഇത് മൗനവ്രതത്തിലും കൂടെ ആയിരുന്നു. കാരണം ഈ ഭടന്മാരൊന്നും ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, സംസാരിച്ചില്ല. അപ്പൊ ഇവര് ഉള്ളിലേക്ക് കടന്ന് ഈ മോഷ്ടാക്കളെ പിടികൂടുകയും തൊണ്ടി സഹിതം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോ കൂടെ അവര് പ്രതി ചേർക്കുകയാണ്, ഇവരുടെ കൂട്ടാളിയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇദ്ദേഹത്തിന് രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് കുന്തത്തി കയറ്റാന്ന് പറയും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് പലരും കേട്ടിട്ടുണ്ട് ഞാനത്, കഴിവിലേറ്റുക എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു കുന്തം പോലുള്ള സാധനത്തിന്റെ പുറത്ത് പിടിച്ചെങ്കിൽ ഇരുത്തും. അങ്ങനെ ഇരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇത് ഉള്ളിലൂടെ തുളഞ്ഞു കയറി നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം വളർന്ന് അവിടെ കിടന്ന് അങ്ങനെ മരിക്കുന്നൊരവസ്ഥ. ശിക്ഷ നടപ്പിലാക്കി. പക്ഷെ ഇദ്ദേഹം അതീവ യോഗി ആയിരുന്നത് കൊണ്ട് ഇതിന് മരണം സംഭവിച്ചിരിക്കും.
അങ്ങനെ ഇതറിഞ്ഞ് രാജാവിനെ ഭടന്മാരെ അറിയിക്കുകയും ഇതറിഞ്ഞ് രാജാവ് വന്ന് ക്ഷമാപണം നടത്തി ഇതിനെ മോചിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ ഈ ശൂലം ഉറച്ചുപോയി. ശൂലം എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു എന്താ പറയാ ഒരു കുന്തം എടുക്കാൻ പറ്റും. അങ്ങനെ കുന്തം അവര് അവിടം വെച്ച് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം ആ കുന്തമായിട്ട് അത് ശരീരത്തിൽ അതുമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അങ്ങനെ മഹായോഗിയായത് കാരണം അത് വെച്ച് താപസനായിരുന്നു. ക്രമേണ അദ്ദേഹം ഒരു ദിവസം യമരാജാവിന്റെ ലോകത്തിലെത്തി. യമലോകത്തെത്തിയപ്പോ അദ്ദേഹത്തിന് ഇവർക്കൊക്കെ അങ്ങനെ താപസന്മാർക്ക് ഈ ഗ്രഹങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അങ്ങനെ ഇദ്ദേഹം അവിടെ എത്തുമ്പോ യമധർമ്മനെ കാണും. കണ്ടിട്ട് ചോദിക്കും, കുശലാന്വേഷണം നടത്തിയത് ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നത്, ഒരു ശിക്ഷ എനിക്ക് തന്നത് എന്തുകൊണ്ടാണ്? കാരണം അപ്പൊ അദ്ദേഹം പറയും, താങ്കൾ ഒരു ചെറിയ ഷഡ്പദത്തെ, ഒരു ചിത്രശലഭത്തെ എന്തോ താങ്കൾ ഒരു സൂചി കൊണ്ട് അതിന്റെ ഇതുപോലെ, ഇദ്ദേഹത്തിന് എന്താ അനുഭവം ഉണ്ടായതല്ലേ, ആ അനുഭവം പോലെ തന്നെ സൂചി കയറ്റി അതിന്റെ താഴേന്ന് മുകളിലേക്ക് അതിന്റെ ശരീരത്തിന് കുറുകെ ഈ സൂചി കുത്തിക്കയറ്റി, അതിന്റെ പാപമാണ് താങ്കൾക്ക്, പാപത്തിന്റെ പ്രതിപ്രവർത്തനമാണ് താങ്കൾ കിട്ടിയ ഈ ഒരു ശിക്ഷ എന്ന് പറയും. അപ്പൊ അദ്ദേഹം ചോദിക്കും, അപ്പൊ ശരി എനിക്കത് ചെയ്യുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് ഒരു 5 വയസ്സങ്ങോണ്ടായിരുന്നു എന്ന് പറയും. ഓ 5 വയസ്സുള്ള അറിവില്ലാത്ത കുട്ടി ചെയ്ത ഒരു തെറ്റിനാണ് ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ, മഹാശിക്ഷ താങ്കൾ നൽകിയതെന്ന് ചോദിക്കും. അപ്പം അതേന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹം ഈ യമധർമ്മനെ ശപിച്ച് താങ്കൾ മനുഷ്യനായിട്ട് ഭൂമി ജനിക്കട്ടെ എന്ന് ശാപം കൊടുത്തിട്ട് ഇനി മുതൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന പാപങ്ങളൊന്നും അത് പാപത്തിന്റെ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ലെന്നും അദ്ദേഹം പറയും. അങ്ങനെയാണ് ഈ മാണ്ഡവ്യമുനിയുടെ ശാപം കൊണ്ടാണ് യമധർമ്മൻ എന്ന് വെച്ചാൽ സർവശാസ്ത്ര പാരംഗതനാണ്, ധർമ്മിഷ്ഠനാണ്. എല്ലാ ധർമാധർമ്മങ്ങൾ നോക്കി മാത്രമേ ഓരോരുത്തർക്ക് ശിക്ഷ സാധാരണ അദ്ദേഹം കൊടുക്കാറുള്ളൂ. അന്നവിടെ എന്തോ ഒരു സിസ്റ്റം എറർ വന്നുകൊണ്ട് എന്തോ സംഭവിച്ച ഇങ്ങനെ ഒരു അവസ്ഥ. അദ്ദേഹം എന്തോ സ്വന്തം തെറ്റ് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിന്റെ ഫലം സ്വയം ഏറ്റെടുത്ത് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. ഒരു അംശം മൊത്തമായിട്ടുള്ള ഒരു അംശം അവതരിച്ചു. കാരണം വേറൊരു അംശം വരുന്നുണ്ട്. ആരാണ്? യുധിഷ്ഠിരൻ. അതെ. അപ്പോ ഇവർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് പല സ്ഥലത്തേക്ക് വിസ്തരിക്കാനൊക്കെ ഉള്ള പ്രത്യേകത യോഗി അഷ്ടസിദ്ധികളാണ്. അഷ്ടമസിദ്ധികൾ എന്ന് പറയും. അഷ്ടസിദ്ധികൾ അല്ലെ, അണിമ, ലഹിമ, മഹിമ, അങ്ങനെ പലതരത്തിലുള്ള സിദ്ധികളുണ്ട് ഇവർക്കെല്ലാം. അതുകൊണ്ടാണ് അവർക്ക് ഈ പൊസിഷനിൽ ഇരിക്കുന്നത്, ദേവന്മാരായിട്ടും മുനിമാരോട്ടൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർക്ക് വിസ്തരിക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ അവർക്കുണ്ട്. അങ്ങനെ ഒരു അംശം ഇവിടെ എന്താ പറയാ വിദുരരായിട്ട് ജനിക്കുന്നു. അങ്ങനെ ആ സംഭവം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ കുട്ടികളൊക്കെ അപ്പൊ എത്ര രാജകുമാരന്മാരുണ്ടായിപ്പോ കുരുവംശത്തിന് പുതുതായിട്ട്? 3 പേര്. 3 പേര്. അതിൽ 2 പേരെ ശരിക്കും രാജകുമാരന്മാരായിട്ടും ഒരാള്, പക്ഷെ ഈ രാജകുമാരന്മാർക്ക് എല്ലാ ഫെസിലിറ്റി സൗകര്യങ്ങളും കൊടുത്തതിനാണ് ഭീഷ്മർ വളർത്തിയെടുത്തത് അവർ. പക്ഷെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ പ്രകാരം ശൂദ്ര സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് രാജാവാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം നാട്ടുകാരൊക്കെ എതിർക്കുമല്ലോ. അന്നും രാജാക്കന്മാർ എന്തെങ്കിലും ചെയ്തിരുന്നതും പ്രധാനമായിട്ടും ഈ ജനങ്ങളുടെയൊക്കെ ഇഷ്ടം അനിഷ്ടം നോക്കി തന്നെ ആയിരുന്നു. അല്ല ഞാൻ രാജാവാണെന്ന് ഏകാധിപത്യം ആയിരുന്നില്ല ഏറെക്കുറെ. അങ്ങനെ കാലം തികഞ്ഞ് കുമാരന്മാരെല്ലാം വളർന്നു വന്നപ്പോ ഏറ്റവും മൂത്ത കുമാരനായിട്ടുള്ള ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിന് വിവാഹാലോചന നടത്തി. എവിടെയാ പോയതെന്നറിയാം? അദ്ദേഹം പോയത് ഗാന്ധാരദേശം. ഇന്നത്തെ ഗാന്ധാര എവിടെയാണ് അറിയാമോ? അഫ്ഗാനിസ്ഥാൻ. കാണ്ഡഹാർ അല്ലെ, ഇന്നത്തെ കാണ്ഡഹാർ. അതെ, ഗാന്ധാരദേശം. ഗാന്ധാരദേശത്ത് വലിയൊരു പടയും മന്ത്രിമാരും ഒക്കെ ആയിട്ട് അദ്ദേഹം പോവാണ്. ഇങ്ങനെയാണ് എന്താ പറയാ പെണ്ണ് ചോദിക്കാൻ പോകുന്നതാണ്. അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്താ പറയാ ചോദിക്കുന്നു. പക്ഷെ ഇവരുടെ അച്ഛൻ ഗാന്ധാരി അല്ലെ, ഗാന്ധാരി രാജകുമാരിയുടെ അച്ഛൻ ഗാന്ധാര രാജൻ അത്ര ഇഷ്ടപ്പെടില്ല. കാരണം ഒരു അന്ധനായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് മോളെ കല്യാണം? മോൾ അത്രയും മാത്രം ധർമ്മിഷ്ഠയും എന്താ പറയാ പണ്ഡിതയും അത്രമാത്രം സർവ്വഗുണങ്ങളും ഗുണശീലയും സൗന്ദര്യവതിയും ഒക്കെ ആയിരുന്നു ഈ ഗാന്ധാരി. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു
മഹാഭാരതത്തിൽ പറഞ്ഞ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ഗാന്ധാരിയുടെ ധർമ്മനിഷ്ഠയും പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പം ഗാന്ധാരി അത്രയും ധർമ്മിഷ്ഠയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പുത്രി എങ്ങനെയാണ് ഇങ്ങനെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ആലോചിച്ചു. പിന്നെ അദ്ദേഹം പ്രാക്ടിക്കലി ചിന്തിച്ചപ്പോ നമ്മൾ പറയില്ലേ തിങ്ക് പ്രാക്ടിക്കലി അല്ലെ, തിങ്ക് പ്രാക്ടിക്കലി ആയപ്പോ എന്താ ചെയ്തത്, കുരുവംശം അന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ചക്രവർത്തിമാരായിരുന്നു. ഈ ഏകദേശം ഭൂമണ്ഡലം തന്നെ അടക്കി വാഴുന്ന തരത്തിലുള്ള അത്രയും പവറുള്ള ഒരു രാജവംശമായിരുന്നു കുരുവംശം. ഭീഷ്മരുടെ നേതൃത്വത്തിൽ. ഭീഷ്മരെ എതിർക്കാൻ അന്ന് ആരുമില്ല ഭൂമിയിൽ. അപ്പൊ ഇവരുടെ സ്റ്റാറ്റസും നമ്മൾ അങ്ങനെയല്ലേ, സ്റ്റാറ്റസും പദവിയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടച്ച് കൊടുക്കും പൊതുവെ, അങ്ങനെയാണല്ലോ. അപ്പം അതുപോലെ നമുക്കൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് നമ്മൾ എന്ത് വേണം ചെയ്യും അല്ലെ. ഇപ്പൊ വഴി പോകുമ്പോൾ ഒരു VIP കണ്ട അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ കണ്ട നമ്മൾ എന്ത് ചെയ്യും, താരത്തെ കണ്ട അടുത്ത് കൂടെ പോയെന്ന് ഫോട്ടോ എടുത്ത് ഉടനെ തന്നെ വാട്സ്ആപ്പ് ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസ് ഉണ്ട് നമ്മൾ അല്ലെ. അതുപോലെ പണ്ടും ഉണ്ടായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഈ കുരുവംശമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കിട്ടിയ അവസരം പൊളിറ്റിക്കലി ചിന്തിച്ചപ്പോൾ അദ്ദേഹം അതും അങ്ങ് ശരി എന്തായാലും എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം പുത്രിയെ ഗാന്ധാര രാജാവ് ധൃതരാഷ്ട്ര വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗാന്ധാരിക്ക് ഒരു എന്താ പറയാ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഗാന്ധാരിക്ക് ശിവന്റെ ഉപാസന, ശിവൻ ഉപാസിച്ച് ശിവന്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നു. എന്താ പറയാ 100 പുത്രന്മാർക്ക് ജന്മം നൽകട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഗാന്ധാരിക്ക് വ്യാസദേവന്റെ ഒരു അനുഗ്രഹം ഒരു കാലഘട്ടത്തിൽ, വ്യാസദേവൻ ഒരിക്കൽ വിശന്നു വലഞ്ഞിങ്ങനെ എത്തുന്ന സമയത്ത് അദ്ദേഹം ശുശ്രൂഷിച്ച് വേണ്ട ആഹാര അന്നപാനാദികൾ നൽകി എന്താ പറയാ ശുശ്രൂഷിച്ച കാരണം വ്യാസദേവനും ഗാന്ധാരിക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ അനുഗ്രഹം തന്നെ. അങ്ങനെ ഗാന്ധാരി വിവാഹം ചെയ്ത് ധൃതരാഷ്ട്രർ കൊണ്ടുവരുന്നു. അങ്ങനെ ഗാന്ധാരി വന്ന് ഇത്രയും എന്താ പറയാ കുലസ്ത്രീ, ഇത്രയും എന്താ പറയാ ഒരുപാട് ധർമ്മ നിഷ്ഠയമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാവർക്കും കുരുവംശം എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രിയപ്പെട്ടവളായിട്ട് മാറി. ജനങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിലുള്ളവർക്കായിട്ട് വളരെയധികം വേണ്ടപ്പെട്ട അത്ര പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ കഴിഞ്ഞു ഗാന്ധാരിക്ക്. അങ്ങനെയാണ് എന്താ പറയാ നല്ല കുടുംബത്തിൽ ജനിച്ച വളരെ അങ്ങനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കപ്പെട്ട പെൺകുട്ടികളൊക്കെ അങ്ങനെയായിരിക്കും. അവിടെ പോലെ അവരെ ആൾക്കാർ ഇഷ്ടപ്പെടും പെട്ടെന്ന് അവരുടെ പ്രവൃത്തികൾ കൊണ്ട്. ആ രണ്ടാമത്തെ രാജകുമാരൻ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഭീഷ്മർ ആലോചിച്ചു. അങ്ങനെയാണ് ശൂരസേനന്റെ പുത്രിയായിട്ടുള്ള പ്രഥ എന്നാണ് ഒറിജിനൽ പേര്. ശൂരസേനന്റെ പുത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരു കുന്തിഭോജൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. വളരെ അടുത്ത ബന്ധുവാണ്. മാതൃ സഹോദര പുത്രനോ അങ്ങനെ അത് അടുത്ത ബന്ധുവാണ്. അതെ, മാതൃ സഹോദര പുത്രനാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ ആ അടുത്ത ബന്ധുവായതുകൊണ്ട് അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ അന്ന് കാലങ്ങളിൽ ഒന്നിലധികം കുട്ടികളുള്ളവരൊക്കെ കുട്ടികളില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ദത്തെടുക്കലൊക്കെ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം കുന്തിഭോജൻ മഹാരാജാവ് ഈ പെൺകുട്ടിയെ ദത്തെടുക്കുകയും വളർത്തിയും. ഇദ്ദേഹം ഈ പെൺകുട്ടി ശരിക്കും ശൂരസേനന്റെ പുത്രിയാണ്. അത് മാത്രമല്ല നമ്മുടെ കൃഷ്ണന്റെ പിതാവായിട്ടുള്ള വസുദേവരുടെ സ്വന്തം പെൺകുട്ടി അവിടെയാണ് ചെറുതിരമ്മ വളർത്തി വന്നതുകൊണ്ട് ഈ പ്രഥയ്ക്ക് പേര് കുന്തി ദേവി. ആ പെൺകുട്ടിക്ക് വരികയാണ്. പാണ്ഡുവിനെയും കൊണ്ട് ആരോഗ്യലാവണ്യവും ആ ഒരു ശബ്ദവീര്യം കണ്ടിട്ട് പാണ്ഡുവിനെ വർണ്ണമാല അണിയിച്ച് സ്വയംവരത്തിൽ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ് കുന്തിദേവി. അങ്ങനെ എന്താ പറയാ ഈ മിക്കവാറും എല്ലാ രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തി ആ ഒരു ചക്രവർത്തിയിൽ തുല്യനായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന് മിക്കവാറും അദ്ദേഹം ഈ വനപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് പറയാ നായാട്ട് അങ്ങനെ കുറച്ച് അവിടെ ഇരിക്കുക, അങ്ങനെ കുറച്ച് വനപ്രദേശങ്ങളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. നായാട്ട്, അവിടെ കുറച്ച് തപസ്യ, അങ്ങനെയൊക്കെ അതൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഇദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വനത്തിൽ അങ്ങനെ വസിക്കുന്ന കാലഘട്ടം. അവിടെ നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞ കർമ്മഭൂമിയാണ്. ഇവിടെ ദേവന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും കിന്നരന്മാരും ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഒന്ന് തപസ്സനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് വനാന്തരങ്ങളിൽ. സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റില്ല. ഇപ്പോഴും അവരൊക്കെ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രം. നേരത്തെ അശ്വത്ഥാമാരുടെ കാര്യം പറഞ്ഞ പോലെ. അപ്പോ ഈ കാലഘട്ടത്തില് ഇതിനു മുമ്പ് വേറെ സംഭവം ഉണ്ടായി. ഈ പാണ്ഡുവിന് ഒരു
വിവാഹം കൂടെ നടത്തിച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം ഭീഷ്മർക്കുണ്ടായി. അങ്ങനെ മാതൃരാജാവായിട്ടുള്ള മാതൃദേശത്ത് പോയിട്ട് അവിടെ അന്നവിടെ ഭരിക്കുന്ന ശല്യരാണ്. മാദ്രിയുടെ സഹോദരനാണ് ശല്യരാണ്. ശല്യരുടെ സഹോദരിയുള്ള മാദ്രികുമാരിയെ വിവാഹം ആലോചിക്കുകയും, അപ്പോ ശല്യര് പറയും ഞങ്ങളുടെ കുടുംബത്തിന്റെ അതെന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് ഒരുപാട് ധനസമ്പത്തുകളൊക്കെ ഇങ്ങോട്ട് നൽകി തൃപ്തിപ്പെടുത്തി വേണം കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഭീഷ്മർ അതെല്ലാം ചെയ്ത് ആ പെൺകുട്ടിയെ ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാണ്ഡുവിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട്. അന്ന് ക്ഷത്രിയന്മാർക്ക് അതൊക്കെ അനുവദനീയമായിരുന്നു എന്നൂടെ ഓർക്കണം നമ്മൾ, ഇന്നത്തെ കാലഘട്ടം അല്ല. അങ്ങനെ മാദ്രിയും അതുപോലെ തന്നെ കുന്തിയും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ വനത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കൽ വനത്തിൽ പോയ സമയത്ത് ഇത് നായാടുന്ന സമയത്ത് അവിടെ കിംദമ എന്നൊരു മുനി, കിംദമ എന്ന് വെച്ചാലും സെൽഫ് കൺട്രോൾ എന്നാണ്. കിംദമ എന്ന് വെച്ചാൽ എന്ത് സെൽഫ് കൺട്രോൾ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് കിംദമൻ ഒരു മാന്യന്റെ രൂപത്തില് സ്വന്തം ഭാര്യയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തില് ആ സിറ്റുവേഷനിൽ ഈ മാനുകളെ കാണുന്ന പാണ്ഡു 5 അമ്പുകൾ അയക്കും. ഈ 5 അമ്പുകൾ കൊണ്ട് ഈ ആൺമാന് അല്ലെങ്കിൽ കലമാൻ അവിടെ പിടഞ്ഞു വീഴുകയാണ്. പിടഞ്ഞു വീണ് മനുഷ്യരൂപം കൈക്കൊള്ളുകയാണ്. അങ്ങനെ മനുഷ്യരൂപം കൈക്കൊള്ളുന്ന ആ ഒരു മുനിയുടെ അടുത്തേക്ക് ഇദ്ദേഹം ഓടിച്ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, നരാധമ, നീ എന്താണ് ചെയ്തത്? എന്നെ നീ എന്നെ നീ മരണത്തിലേക്ക് തള്ളിയിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയും. പക്ഷെ ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ കഴുത്ത് വെട്ടിട്ട് നമ്മൾ അറിയാതെ പറ്റുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹം ആ ഒരു വേദനയോടുകൂടി അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു സ്വകാര്യ നിമിഷത്തിൽ ഇങ്ങനെ ഭാര്യമായിട്ടിരുന്ന സമയത്താണ് നീ എന്നെ മരണത്തെ തള്ളിയിട്ടത്. അതുകൊണ്ട് നിനക്കിനി ഒരിക്കലും അങ്ങനൊരു കാര്യം അല്ലെങ്കിൽ നിനക്കൊരു എന്താ പറയാ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് നിനക്ക് അങ്ങനെ എന്താ പറയാ ഒരു സ്വകാര്യ നിമിഷം ഉണ്ടാവില്ല. അഥവാ നീ ഏതെങ്കിലും സ്ത്രീയെ തൊട്ടാൽ നിന്റെ മരണം സംഭവിക്കും എന്നുള്ള ഒരു ശാപവും കൊടുക്കും. അങ്ങനെ അപ്പൊ അതിന് പെട്ടെന്ന് തിരിച്ചറിയും. ചിത്രാംഗതൻ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ചിന്തിക്കും അല്ലെ. പൂർവ്വനാട്ടിലെ ചിത്രാംഗതൻ ഇങ്ങനത്തെ ഒരു അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് ഒരുപാട് ഇതൊക്കെ ചെയ്തു, മതിമറന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതിന്റെ ഫലമായിട്ട് അതിന് മരണം സംഭവിച്ചു. അതുപോലെ ഞാനും എൻ്റെ ഒരു അഹന്ത കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചു പോയതെന്നുള്ള എല്ലാം ത്യജിച്ച് ഒരു എന്താ പറയാ വാനപ്രസ്ഥയെ പോലെ ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനം എടുക്കുമ്പോൾ ഭാര്യമാരും കൂടെ പോകാനായിട്ട് വാശി പിടിക്കും. അങ്ങനെ ഭാര്യമാരെയും കൊണ്ട് അദ്ദേഹം ഒരു വനപ്രദേശത്ത് പോയിട്ട് ഇങ്ങനെ താമസിക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ കിന്നരന്മാരും ചരണന്മാരും ഒക്കെ ഇവരുടെ ആ ഒരു ജീവിതശൈലി കണ്ടിട്ട് അവര് പോലും അതിശയിച്ചു പോയി. പാണ്ഡുവിന്റെ ജീവിതശൈലികൾ കണ്ടിട്ട്, തപശ്ചര്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയ. അപ്പൊ അവരോട് വളരെ അടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നാൾ അവരിങ്ങനെ എല്ലാവരും കൂടെ ബ്രഹ്മലോകത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇദ്ദേഹം വരണം പറയും. ഇദ്ദേഹം അന്ന് തന്നെ ഒരു ബ്രഹ്മർഷിയുടെ പദവി എത്തിക്കഴിഞ്ഞു. തപശ്ചര്യയും ആ ഒരു പ്രാക്ടീസും കൊണ്ട് എത്തിക്കഴിഞ്ഞു. പക്ഷെ ഭാര്യമാരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ ചരണന്മാരും കിന്നരന്മാരും ഋഷിമാരും ഒക്കെ പറയാണ്. അല്ല, അത് പറ്റില്ല, ഭാര്യമാരെ ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വളരെ അതിയായ ദുഃഖമുണ്ട്, എൻ്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് എനിക്കൊരു സന്താനമില്ല, ഞാൻ എന്ത് ചെയ്യും എന്നങ്ങനെ വിഷമിച്ച് പറയുമ്പോൾ ഈ മുനിമാരൊക്കെ അദ്ദേഹത്തിന് എന്താ പറയാ സമാധാനിപ്പിച്ച് പറയും, ഇല്ല, താങ്കൾക്ക് പുത്രന്മാരോ കുലം നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്നിട്ട് സ്വന്തം ഭാര്യയോട് പറയാം. നമ്മൾ ഇന്നത്തെ ചിന്തിച്ചാൽ അത് വളരെ മോശമായിട്ട് മാറും, എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട രീതി വേറെയാണ്. അദ്ദേഹം ഭാര്യയോട് പറയാണ്, നമ്മുടെ കൊല്ലം നിലനിർത്തണം, അതിനു വേണ്ടിയിട്ട് അന്നത്തെ അല്ലെങ്കിൽ സ്മൃതികൾ അനുസരിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സ്മൃതികൾ അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഒരാ പുരുഷനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആ ആദ്യ വിവാഹം കഴിക്കുന്ന പുരുഷനാണ്. നമ്മുടെ വൈദ്യ സംസ്കാരത്തിൽ ഡൈവേഴ്സ് എന്ന സംഭവം ഇല്ല. അന്നത്തെ ആ ഒരു രാജധർമ്മം അനുസരിച്ചിട്ട് ആർക്കെങ്കിലും പറയാം എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻസ് ആയിട്ട് പറയണം. ഈ പഞ്ചപാണ്ഡവന്മാർ ശരിക്കും പാണ്ഡുവിന്റെ മക്കളാണോ? ആണോ? അല്ല. പക്ഷെ എന്തുകൊണ്ട് അല്ല, നമുക്ക് അതിലോട്ട് വരാം. പക്ഷെ
എന്തുകൊണ്ട് ഈ ഇവരെ പാണ്ഡവർ എന്നറിയപ്പെടുന്നു? പാണ്ഡുവിന്റെ രാജാവകാശത്തിന് അവകാശം ഉന്നയിച്ചപ്പോ അവകാശം ഉണ്ടെന്ന് തന്നെ എല്ലാവരും പണ്ഡിതന്മാരും ബ്രാഹ്മണരും ഒക്കെ പറഞ്ഞു. എന്തുകൊണ്ട്? കുന്തിയുടെ ഭർത്താവ് പാണ്ഡവരായതുകൊണ്ട്. ഓരോരുത്തരായിട്ട് പറയും. എന്താ? കുന്തിയുടെ ഭർത്താവ് പാണ്ഡു ആയതുകൊണ്ട്. പാണ്ഡു മഹാരാജാവിന്റെ അനുഭവത്തോട് കൂടിയിട്ടാണ് കുന്തി ദേവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അനുവാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയില് എത്ര കുട്ടികൾ ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം എല്ലാം ഈ ആദ്യ ഭർത്താവിനാണ്. അതിന്റെ ഉത്തരവാദി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ട ഭർത്താവിന്റെ കടമയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടായാലും ആരിൽ നിന്നുണ്ടായാലും അത് ആദ്യം ഒഫീഷ്യലി വിവാഹം കഴിക്കുന്ന ആ പുരുഷന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടികളെല്ലാം. അദ്ദേഹത്തിന്റെ മക്കളായിട്ട് അറിയപ്പെടും. അതുകൊണ്ടാണ് പാണ്ഡവർക്ക് അധികാരത്തിനും അവിടെ ചോദിച്ചപ്പോൾ അധികാരം കിട്ടിയത് എന്താ പറയുക, അധികാരത്തിന് അല്ലെ അവകാശം ഉണ്ടെന്ന് പറയുന്നത് അതിന്റെ ബേസിലാണ്. അതിപ്പോ ഓർത്തോ പറഞ്ഞു വെച്ചെന്നുള്ളത് ഞാൻ. അങ്ങനെ അദ്ദേഹം പറയും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയും. ഇപ്പൊ എന്താ പറയാ, ആരെങ്കിലും നമുക്ക് ഇതുപോലെ ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊണ്ട് പുത്രന്മാരെ എന്താ പറയുക ജന്മം നൽകാൻ നമ്മുടെ വംശം നിലനിർത്താനായിട്ട് അത് അനിവാര്യമാണ് എന്നൊക്കെ അന്ന് ദുര്യോധനൻ ജനിച്ചിട്ടില്ല. നമ്മുടെ ധൃതരാഷ്ട്രർക്ക് പുത്രന്മാർ ഉണ്ടായിട്ടില്ല. അപ്പോ ഇദ്ദേഹം പറഞ്ഞു നമുക്ക് കുലം നിലനിർത്താൻ നമ്മുടെ കടമയാണെന്ന് പറഞ്ഞു. അപ്പൊ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇദ്ദേഹം അതിലേക്ക് വേണ്ടി ഇവരുടെയൊക്കെ ലക്ഷ്യം അതാണ്. കുലം നശിച്ചു പോരുത്, കുലക്ഷയം ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്, നല്ലത് വേറൊന്നും കൊണ്ടല്ല. അതിനോട് സ്വാർത്ഥ താല്പര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. കാരണം പൂർവികർ എങ്ങനെയാ നമുക്ക് എല്ലാ മനുഷ്യർക്കും 5 തരത്തിലുള്ള കടങ്ങളുണ്ട് അല്ലെ, വ്രണങ്ങളുണ്ട്, അറിയോ? ദേവർഷി ഭൂതാപ്ത നന്നമ്പതിരെണ്ണാം. ദേവന്മാരോട് നമുക്ക് ഋണമുണ്ട്, കടമുണ്ട്. ഋഷിമാരോടുണ്ട്, പിതൃക്കളോടുണ്ട്, നമ്മുടെ സഹജീവികളോടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ പിതൃക്കളോട് കടം വീട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തമരായിട്ടുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കുന്നതിലൂടെ പിതൃക്കളോടുള്ള ആ ഋണം നമുക്ക് മാറ്റാൻ പറ്റും. സാധാരണ ധർമ്മശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരാള് നയം വൃണീജ് രാജൻ ഗതോ മുകുന്ദം പരികൃത്യ അല്ലെ. ആരാ ആ മുകുന്ദനെ ശരണം ബാധകമല്ല. കാരണം ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ ബാധകമാണ്. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ മഹാഭാരതത്തിലും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഒരുപാട് വരും. അതിനിടയ്ക്കാണ് ഭക്തി നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. അതിനകത്ത് ഭക്തന്മാരുടെ ലൈഫ് എന്താണെന്ന് ചെകഞ്ഞെടുക്കണം, നമ്മൾ അതിനകത്ത് മുങ്ങി തപ്പിയെടുക്കണം. ഇങ്ങനത്തെ പല കർമ്മകാണ്ഡങ്ങളുടെ കാര്യങ്ങളും വരും. പക്ഷെ ഇതിലിപ്പോ ഇദ്ദേഹത്തിന് ചെയ്തേ പറ്റൂ. അദ്ദേഹത്തിന്റെ കുലം അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യം രക്ഷിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയാണ്. അയാളോട് കൂടി ആ ഒരു കുലം നശിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മഹത്തരമുള്ള കാര്യമല്ല അല്ലെ, കാര്യമല്ല. പക്ഷെ ഇപ്പൊ പലരും ചിന്തിക്കുന്ന അങ്ങനെയല്ല, എന്നോട് കൂടി അവസാനിക്കണമല്ല, എനിക്കപ്പുറം എന്നെക്കാളും ഗ്രേറ്റ് ആയിട്ട് ഒരാൾ വരാൻ പാടില്ല എന്നാണ് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഇപ്പം ഭാര്യയോട് പറയുന്നു, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ സ്ത്രീകളൊക്കെ ഒരു പുരുഷനോട് ചേർന്ന് ഒരു ഉത്തരവാദിത്തമായുള്ള കുടുംബജീവിതം നയിച്ചു തുടങ്ങിയത്. അടുത്ത കാലത്താണ്. ഇതിനു മുമ്പ് അങ്ങനെയല്ല. സ്ത്രീകൾ ആരുടെയും മുമ്പിൽ അടിമപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ കെട്ടുപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അവർക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരോട് ജീവിക്കാൻ അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു അടുത്ത കാലം വരെ. ഈ അടുത്ത കാലത്താണ് ഈ നിയമം മാറിയതെന്ന് പാണ്ഡു മഹാരാജാവ് ഭാര്യയോട് പറഞ്ഞ് ഈ ചരിത്രങ്ങൾ പറഞ്ഞെടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കഥ ഓർമ്മയുണ്ടോ? ഉദത്ത ഋഷിയുടെ മകൻ ദീർഘതമസ് അല്ല, ഓർമ്മയുണ്ടോ? ദീർഘതമസ് ഭാര്യയെ പ്രദ്വേഷിയെ ശപിക്കുന്നതാണ്. ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ദീർഘതമസ് ഭാര്യയുടെ പ്രത്യക്ഷയോട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി മുതൽ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ശാപം കൊടുക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ എങ്ങനെ ഈ റൂളൊക്കെ മാറി ഇപ്പൊ അടുത്ത കാലത്താണ്, അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല, നമ്മുടെ കുലം സംരക്ഷിക്കുന്നത് വേണം. അങ്ങനെ ആ സമയത്ത് മടിച്ച് കുന്തിദേവി ഭയന്ന ഒരു കാര്യം പറയും. എനിക്കിങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട് ദുർവാസ മഹർഷിയിൽ നിന്നും. അദ്ദേഹം കുട്ടിക്കാലത്ത് ഈ കുന്തി ഭോജൻ ഒരുപാട് ആളായിരുന്നു വീട്ടില്. ആ സമയത്ത് ഞാനായിരുന്നു ഇതിന്റെ ഋഷിമാരെയൊക്കെ സേവിക്കാനായിട്ട് മുൻകൈ എടുത്ത് നിന്ന് ചെയ്തിരുന്ന കുട്ടിക്കാലത്ത്. ആ സമയത്ത്
ദുർവാസാവ് വരികയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷന്റെ ഫലമായിട്ട് അദ്ദേഹം എനിക്ക് ഒരു വരം തന്നു. എനിക്ക് ഏത് ദേവന്മാർ വേണമെങ്കിലും മന്ത്രം പറഞ്ഞ് വിളിച്ചാൽ അവരിൽ നിന്നും ഒരു സത്സന്താനം മഹാന്മാർ സന്താനങ്ങൾ ഉണ്ടാവുന്ന ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനത് വേണമെങ്കിൽ അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാനത് പ്രയോഗിക്കാം. ഇത് കേട്ടപ്പോ മഹാരാജാവിന് വളരെ സന്തോഷമായി. കാരണം എന്തായാലും ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സമ്മതിച്ചു. അങ്ങനെ കുന്തിദേവി ആദ്യം വിളിക്കുന്നത് ആരെയാണ്? ഇത് വെറുതെ വിളിക്കില്ലട്ടെ, ഇത് ഒരു വ്രതമെടുത്ത് പ്രത്യേകം അതിനൊക്കെ ശാരീരികവും മാനസികമായിട്ട് പ്രിപ്പയർഡ് ശേഷമാണ് കുന്തിദേവി വരെ വിളിക്കുന്നത്. ചുമ്മാ പറഞ്ഞ ഉടനെ വിളിക്കുകയല്ല. ആദ്യം വിളിച്ച ആരെയാണ്? ആദ്യം വിളിച്ചു വരുത്തിയ യമധർമ്മൻ. അങ്ങനെ യമധർമ്മന്റെ ഗുണങ്ങളും ധർമ്മവും ന്യായവും എല്ലാം ഉള്ള ഒരു സത്പുത്രൻ ഉണ്ടാവട്ടെ എന്ന് യമധർമ്മൻ അനുഗ്രഹിക്കും. അങ്ങനെ അവർക്കുണ്ടാവുന്ന പുത്രനാണ് യുധിഷ്ഠിരൻ. രണ്ടാമത് ദേവി ഒരാളെ വിളിച്ചു വരുത്തും. അതാണ് ആരാണ്? വായുദേവൻ. കാരണം ഇദ്ദേഹം പറയും, ഇദ്ദേഹം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് പാണ്ഡു മഹാരാജന് വളരെ ശക്തനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഒരു പുത്രൻ വേണം. അപ്പൊ അതിന് വായുദേവനെ വിളിക്കാൻ പറയും. വായു അതിശക്തനാണല്ലോ, അല്ലെ? വായുവിനെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്നാണ്. അപ്പൊ വായുദേവനെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ശക്തനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കും. ആ പുത്രനാണ് ഭീമൻ. അങ്ങനെ ഭീമൻ ജനിക്കുന്ന അതേ ദിവസമാണ് വേറൊരു ജനം നടക്കും കുരുവംശത്തില്. ആരാണെന്ന് പറയാമോ? ദുര്യോധനൻ ജനിക്കുമ്പോ കഴുതയെ പോലെ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നതും. ആ സമയത്ത് ഇത് കേട്ടിട്ട് ഒരുപാട് മറ്റ് ജീവികളൊക്കെ വളരെ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും വളരെ നമ്മളെന്ന് പറഞ്ഞ ദുർനിമിത്തങ്ങളും എന്താ പറയാ ദുശകുനങ്ങളും ഒക്കെ മൊത്തം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഈ ദുര്യോധനൻ ജനിക്കുന്ന സമയത്ത്. കഴുതയെ പോലെ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. ഇതെല്ലാം കണ്ട് പിതാവ് ധൃതരാഷ്ട്രൻ വളരെയധികം കണ്ടില്ല, ഇതൊക്കെല്ലാം കേട്ടിട്ട്, അല്ലെ? ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് വളരെയധികം ദുഃഖിച്ച് പരിഭ്രാന്തനാവും. എനിക്ക് ആദ്യമായിട്ടുണ്ടായ പുത്രൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു എന്താ പറയാ. പക്ഷെ ഇതിനു മുമ്പ് ഈ യുധിഷ്ഠിരൻ ജനിക്കുന്നത് കൊട്ടാരത്തിൽ അറിയുമ്പോഴത്തേക്കും ഗർഭവതിയായിരുന്ന ഗാന്ധാരി എന്ത് ചെയ്യും? ഒരു അസൂയയും കാരണം അവിടെ ആദ്യം കുട്ടി ഉണ്ടായാലും ആർക്കാണ് രാജാവകാശം? അങ്ങോട്ട് പോകില്ല, അല്ലെ? അതുകൊണ്ട് സ്വന്തം കൈമുഷ്ടി കൊണ്ട് സ്വന്തം വയറ്റിൽ ഇടിക്കും. ശക്തമായി ഇടിക്കുന്ന ആ ഒരു അമർഷവും നിരാശയും അസൂയയും എല്ലാം കൂടെ കൊണ്ട് ഇടിക്കുമ്പോൾ ഒരു വലിയൊരു മാംസമെണ്ണം പുറത്തേക്ക് വീഴും. ഇത് കണ്ട് ആകെ വിഷമിക്കും ധൃതരാഷ്ട്രമൊക്കെ, ഇവരും വിഷമിക്കും. ഗാന്ധാരി. അപ്പൊ ഗാന്ധാരി ദേവി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സ്മരിക്കും, വ്യാസദേവ അങ്ങ് തന്ന വ്രതം, അങ്ങ് തന്ന വരം വൃഥാവിലായല്ലോ എന്ന് പറഞ്ഞിട്ട്. ഉടനെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറയും, ദേവി ഞാൻ തന്ന വരം ഒരിക്കലും വൃഥാവിലാവില്ല. ഒരു കാര്യം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? മാംസപിണ്ഡത്തിനെ എടുത്ത് 100 കലങ്ങളിലായിട്ട് നെയ്യ് ഒഴിച്ച് അതിനകത്ത് 100 കഷ്ണങ്ങളാക്കി മാറ്റി. നമ്മൾ ഈ പറയുമ്പോൾ വെറുതെ കഷ്ണങ്ങളാക്കി ചട്ടിയിലിട്ടു എന്ന് പറയുമ്പോൾ അല്ല. നിനക്ക് അതിന്റെ പ്രൊസീജിയറും മന്ത്രങ്ങളും അതിനുള്ള ശാസ്ത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നിരിക്കണം, അതിനുള്ള ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നിരിക്കണം. നമുക്കറിയില്ല അതിനെപ്പറ്റി. നമ്മൾ വെറുതെ ഒരു കലത്തിനകത്ത് നെയ്യ് ഒഴിച്ച് വെച്ചു എന്ന് പറയുമ്പോൾ തീർന്നു. അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അന്ന് കാലത്ത്. ഇന്നത്തെ പോലെ IVF പോലെയൊക്കെ അന്നും ഉണ്ടായിരുന്നിരിക്കണം. കാലക്രമേണ എല്ലാ സാങ്കേതിക വിദ്യകളും ചിലപ്പോൾ നഷ്ടം വന്നതായിരിക്കാം, നമുക്കറിയില്ല. അപ്പോ ഈ നെയ്യ് ഒഴിച്ച കലങ്ങളിൽ ഇതെല്ലാം എന്താ പറയാ മൂടി വെക്കുകയാണ്. മൂടി വെക്കുമ്പോൾ ഇതേ സമയത്ത് ഗാന്ധാരയുടെ ഉള്ളിലുള്ള കാര്യം വ്യാസദേവന് മനസ്സിലാണ്. ഗാന്ധാരയുടെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്കൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 100 ആൺകുട്ടികളായാൽ എങ്ങനെ എന്നൊരു ചിന്ത വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്യാസദേവൻ പറയും, ഒരു കലം കൂടെ വരുത്തിയിട്ട് പറയും, ചെറിയ ഒരു കഷ്ണം ബാക്കിയുണ്ട്, ഇത് പെൺകുട്ടിയായിരിക്കും താങ്കൾക്ക് ജനിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അതും മൂടി വെക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് ഇതിനകത്തുനിന്ന് ദുര്യോധനൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ കലശത്തിൽ നിന്ന് ദുര്യോധനൻ ജനിക്കുന്നത്. ആ സമയത്ത് സെയിം ദിവസമാണ് ഭീമൻ ജനിക്കുന്നത്. പക്ഷെ ഭീമൻ ജനിച്ച് ഇങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാറപ്പുറത്ത് ദേവി ഇരിക്കുകയായിരിക്കും. ആരാ? കുന്തി ദേവി. ആ സമയത്ത് പെട്ടെന്നൊരു കടുവയെ കണ്ട് ഭയന്ന് കുട്ടി മടിയിരിക്കുന്നത് ഓർമ്മിക്കാതെ ദേവി ചാടി എഴുന്നേക്കും. അങ്ങനെ കുട്ടി കയ്യിൽ നിന്ന് താഴെ വീഴും. മടിയും താഴെ വീണിട്ട് ഉരുണ്ട് ഒരു പാറമേൽ വീഴും. ഈ നെഞ്ച് ഇടിച്ച് വീഴുന്ന സ്ഥലത്ത് ആ പാറ 100 കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോകുന്ന പറഞ്ഞു. കുട്ടിക്കൊന്നും അമ്മ നോക്കുമ്പോൾ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, പാറ പൊടിഞ്ഞു പോകും. അങ്ങനെ അതിശക്തനായിട്ടുള്ള
ഒരു പുത്രനായിട്ടുള്ള ഭീമൻ അവിടെ ജനിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ദിവസം നമുക്ക് തുടരാം. ഭീമന്റെയും ദുര്യോധന്റെ ജനനത്തിൽ നമുക്കിവിടെ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സാധാരണ ഞാൻ ക്ലാസ്സിന്റെ സമയത്ത് അവിടെ ബാംഗ്ലൂർ ആണെങ്കിൽ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉള്ള കാരണം പെട്ടെന്ന് വാതിൽ തുറന്നു. എനിക്ക് പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ആയി വാതിൽ. സോറി. ഹരേ കൃഷ്ണ. അതൊന്നും കുഴപ്പമില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേരെന്താന്ന് ഒന്നോട് പറയൂ. ഹരേ കൃഷ്ണ. എന്റെ പേരോ? ഇന്ദ്രന്റെ പേര് ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്ദരൻ. പുരന്ദരൻ അല്ലേ? ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ക്ലാസ്സിന് സമയമായി. നമ്മൾ സെയിം ലിങ്കാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിന് സമയമായി 7 മണിയായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ദയവായി എഴുതി വെക്കാൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പുരന്ദരൻ.